അപ്പോൾ നമ്മൾ കിളിംജിയോ ഫോറസ്റ്റ് പാർക്കിലെ ബോട്ട് ടൂറിലാണ്. ബാറ്റ് കേവിൽ പോയതും ഈഗിൾ വാച്ചിനെ പറ്റിയും അതുപോലെ മാൻഗ്രോവിൻ്റെ അവിടെ കൂടെ നമ്മൾ ബോട്ട് ടൂറിൽ പോയതൊക്കെ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൽ നമ്മളുടെ ബോട്ട് ടൂറിൻ്റെ ബാക്കിയായിട്ട് പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു സ്നോർക്കലിംഗ് എക്സ്പീരിയൻസ്. ഈ ബോട്ട് ടൂറിൽ നമ്മൾ എടുക്കുമ്പം ഇതെല്ലാം ഒരു പാക്കേജ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ ബോട്ടിൽ പോകുന്ന എല്ലാ കാഴ്ചകളും. മാൻഗ്രോവിൻ്റെ അവിടെ കൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടാണ്. പക്ഷെ സ്നോർക്കലിങ്ങിന് കൊണ്ടുപോയിട്ട് തിരിച്ച് അവർ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് ഒരു ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകും. ആ സമയത്ത് അവർ നല്ല റഫ് ടൈഡിൽ കൂടെ ബോട്ട് ഭയങ്കര സ്പീഡിലാണ് ഓടിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഡ്രൈ ആവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. ഒരുപാട് വെറൈറ്റി ഫിഷിനെ ഒന്നും ഞാൻ കണ്ടില്ല, ആകെ 2 ടൈപ്പ് ഫിഷിനെ കണ്ടുള്ളൂ. പക്ഷെ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിനുശേഷം പിന്നെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫുഡിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു ഫിഷ് ഫാം ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവരെ തന്നെ അവിടെ വളർത്തുന്ന ഫിഷ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം. പല വെറൈറ്റി ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊരെണ്ണം ചൂസ് ചെയ്തായിരുന്നു. അപ്പോൾ അവരത് അവിടെ വെച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് ലഞ്ചിന് തരും. നമ്മൾ ബോട്ട് ടൂർ എടുത്തപ്പം ലഞ്ച് ഇൻക്ലൂഡഡ് അല്ലാതെയാണ് എടുത്തത്. അവിടെ ചെന്നിട്ട് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഉള്ള ഒരു ലഞ്ച് മെനു അവർ പാക്കേജിൻ്റെ കൂടെ തരുമ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും നല്ലതായിരുന്നു. ബിക്കോസ് ഞങ്ങളവിടെ ഫസ്റ്റ് ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ബോട്ട് അവിടെ വരാനുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഫുഡ് ഓൾറെഡി അവിടെ ഓപ്പൺ എയറിൽ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതത്രൊരു പ്ലസൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് തന്നെ ഓർഡർ ചെയ്തതുകൊണ്ട് കുറച്ച് നമുക്ക് ഫ്രഷ് ആയിട്ട് കിട്ടി. പിന്നെ നമ്മുടെ ബോട്ട് ടൂർ ഓപ്പറേറ്റേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഒരിക്കലും നമ്മളെ അവർ റഷ് ചെയ്യിക്കില്ല ഒരു കാര്യത്തിലും. നമുക്ക് ആ ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് നമുക്ക് അങ്ങോട്ട് രസമായിട്ട് ആസ്വദിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അവർ നമുക്ക് തരും. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു അവർ. പിന്നെ വെള്ളത്തിൽ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് ഫിഷിൻ്റെ ഫുഡാണ്. അത് നമുക്ക് ബോട്ട് ടൂർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ ആ ഒരു സ്ഥലത്ത് ഷോപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടുള്ള സ്നാക്സും അതുപോലെ ഫിഷിന് കൊടുക്കാനുള്ള ഫുഡും അതുപോലെ മങ്കീസിന് കൊടുക്കാനുള്ള ബനാന അങ്ങനത്തെ കാര്യങ്ങൾ, ബിസ്ക്കറ്റ് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ലങ്കാവിയിലെ ഈ ഒരു ബോട്ട് ടൂർ. അപ്പം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.